മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം. നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. 52ാമത്തെ ക്ലാസ്സാണ്. 54ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുക. പേജ് നമ്പർ 305 മുതൽ 309 വരെയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ സ്നേഹത്താലും കാരുണ്യത്താലും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറിയോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ ഗീവർഗീസേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥനാപൂർവമായിരുന്നു. നമുക്കിന്നത്തെ പാദത്തിലേക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മുൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഒരുമാതിരി പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം ഇതുവരെയുള്ള ക്ലാസ്സുകൾ നമുക്ക് കുറച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു. സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുമ്പം ഹൃദയവേദനജനകമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് വിശ്വാസപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം വേണം നമ്മൾ ഈ ക്ലാസ്സിനെ മനസ്സിലാക്കാനും എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുക. പാറേമാക്ക തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 54-ാം പാഠം, റോമിലെ സന്ദർശനം പൂർത്തിയാക്കി മടക്കയാത്ര ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള വികാരനിർഭരവും വിജ്ഞാനപ്രദവുമായ വിവരണമാണ് നമുക്കിന്ന് കാണാനായിട്ട് പോവുക. ഇതിനെ ആസ്പദമാക്കി 5 പ്രധാന ആശയങ്ങളിലായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ആശയം മലങ്കര സഭയോടുള്ള അവഗണന. റോമിലെ ഭരണാധികാരിയായ കർദിനാൾ അന്തോന്നില്ലിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മലങ്കരയിലെ പള്ളിക്കാർ അയച്ച നിവേദനത്തിന് കുറിക്ക് മറുപടി ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു. അദ്ദേഹം ആ കുറിയെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. മെത്രാൻ അറിയാതെ വിശ്വാസികൾ അയക്കുന്ന കത്തുകൾക്ക് മാർപ്പാപ്പ മറുപടി നൽകാറില്ലെന്ന മുടന്തൻ ന്യായമാണ് കർദിനാൾ പറഞ്ഞത്. ഇത് സഭാഭരണ സംവിധാനത്തിലെ കർക്കശമായ നിയമങ്ങളെയും മലങ്കര സഭയോടുള്ള മേൽക്കോയ്മ മനോഭാവത്തെയും വ്യക്തമാക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ആശയം തോമാ കത്തനാരുടെ നിഷിദ്ധമായ വിമർശനം. കർദിനാളിൻ്റെ മറുപടി തികച്ചും വ്യാജമാണെന്ന് തോമാ കത്തനാർ തൻ്റെ വിചാരത്തിലൂടെ സമർത്ഥിക്കുന്നു. പാതിരിമാർ, അതായത് മിഷണറിമാർ നൽകിയ തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് മലങ്കര നസ്രാണികൾക്ക് റോം വില കൽപ്പിക്കാത്തതെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഒരു തദ്ദേശീയ മെത്രാൻ ഇല്ലെങ്കിൽ അന്യനാടുകളിൽ മലങ്കര സഭയ്ക്ക് യാതൊരു പരിഗണനയും ലഭിക്കില്ലെന്ന തിരിച്ചറിവ് അദ്ദേഹം ഈ ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നു. നമുക്ക് ആദ്യ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. ഒരു തദ്ദേശീയ മെത്രാൻ നമുക്ക് ആവശ്യമാണ് എന്ന് പാറേമാക്ക തോമാക്കത്തനാരും മൽപ്പാനൊക്കെ എപ്പോഴും പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ്. മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്നു. മൂന്നാമത്തെ ആശയത്തിലേക്ക് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയും യാത്രയപ്പും. റോം വിടുന്നതിന് മുമ്പ് വത്തിക്കാൻ കൊട്ടാരത്തിൽ വെച്ച് മാർപ്പാപ്പയെ നേരിൽ കണ്ട് യാത്ര ചോദിച്ചു. കരിയാച്ചി മൽപ്പാൻ കുർബാന ക്രമങ്ങളെക്കുറിച്ചും യാത്രയെക്കുറിച്ചും മാർപ്പാപ്പയോട് സംസാരിച്ചു. ഭൗതികമായ വസ്തുക്കളേക്കാൾ ആത്മീയമായ ആശീർവാദത്തിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് കരിയാച്ചി മൽപ്പാൻ വ്യക്തമാക്കുന്നു. മലങ്കരയിലെ പട്ടക്കാർക്കും ജനങ്ങൾക്കുമായി മാർപ്പാപ്പ ശ്ലൈകിക ആശീർവാദം നൽകിയതും ഈ ഭാഗത്ത് വിവരിക്കുന്നു. നാലാമത്തെ ആശയം മിഷണറിമാരുടെ വിവേചനപരമായ സമീപനം. മലങ്കരയിലെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ നിവേദനത്തിന് മറുപടി നൽകാതെ റോം ഒരു പാതിരിയുടെ ശുപാർശയിൽ വെറും 2 വ്യക്തികൾക്കായി, റോഡ്രിഗെ ആൻഡ് മാനുവൽ, മാർപ്പാപ്പയുടെ ആശീർവാദ പത്രവും പൊൻകുരിശും നൽകിയത് തോമാ കത്തനാർ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം വംശത്തിൽപ്പെട്ടവരോടും മിഷണറിമാരുടെ താല്പര്യങ്ങളോടും റോം കാണിക്കുന്ന പക്ഷപാതം അദ്ദേഹം തുറന്നു കാട്ടുകയാണ്. അഞ്ചാമത്തെ ആശയം ഇതാണ്: വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും യാത്രയപ്പും. റോമിൽ പഠിക്കാൻ നിന്നിരുന്ന മലങ്കരയിൽ നിന്നുള്ള കുട്ടികളോട് ചാക്കോ, മാത്തു, ഇത്തു യാത്ര ചോദിക്കുന്ന ഭാഗം ഹൃദയസ്പർശിയാണ്. കയ്യിൽ പണമില്ലാതിരുന്നിട്ടും തങ്ങളുടെ വസ്ത്രങ്ങളും പുതപ്പുകളും വിറ്റ് ആ തുക കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി റക്ടറെ ഏൽപ്പിക്കുന്നത് അവരുടെ കരുതലിൻ്റെ അടയാളമാണ്. 1780 ജൂൺ 20 അവർ റോമിൽ നിന്നും യാത്ര തിരിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.
റോമിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് യാത്ര ചോദിക്കാനായി കരിയാറ്റിയും തോമാക്കത്തനാരും ആരെയാണ് ആദ്യം ചെന്ന് കണ്ടത്? പ്രൊപ്പഗാന്തയുടെ തലവനായ കർദിനാൾ അന്തോനില്ലിയെ. പള്ളിക്കാരുടെ കുറിക്ക് മറുപടി നൽകാൻ കർദിനാൾ പറഞ്ഞ തടസ്സം എന്തായിരുന്നു? മെത്രാൻ അറിയാതെ പള്ളിക്കാർ മാർപ്പാപ്പയ്ക്ക് എഴുതിയാൽ മാർപ്പാപ്പ മറുപടി കൊടുക്കാറില്ല എന്ന്. പള്ളിക്കാരുടെ കുറിക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം തോമാക്കത്തനാർ എന്തായിട്ടാണ് വിലയിരുത്തുന്നത്? പാതിരിമാർ അവിടെ നൽകിയ തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ചതുകൊണ്ടും മലങ്കര സഭയ്ക്ക് അവിടെ വേണ്ടത്ര വിലയില്ലാത്തതുകൊണ്ടും. റോമിൽ നിന്നും പോർച്ചുഗൽ വരെയുള്ള യാത്രാ ചെലവിനായി എത്ര തുകയാണ് നൽകിയത്? 70 സ്കൂതി അല്ലെങ്കിൽ 35 പൊൻകാശ്. മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച നടന്നത് എവിടെ വെച്ചായിരുന്നു? വത്തിക്കാൻ കൊട്ടാരത്തിൽ. കുർബാന ക്രമങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ ചോദിച്ചപ്പോൾ മറുപടി നൽകിയത് ആരാണ്? കരിയാറ്റിൽ മൽപ്പാൻ. ഇനി നിങ്ങൾക്ക് എന്ത് വസ്തു വേണമെന്ന് മാർപ്പാപ്പ ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്തായിരുന്നു? അങ്ങയുടെ ശുദ്ധമായ ആശീർവാദമല്ലാതെ വേറൊന്നും ആവശ്യമില്ല. ആന്യൂസ് ദെയ് എന്നാൽ എന്താണ്? മെഴുകുകൊണ്ടുണ്ടാക്കിയ വിശുദ്ധ രൂപങ്ങളാണ്. യാത്രക്കിടയിൽ ലൊറേത്തോ എന്ന സ്ഥലം സന്ദർശിക്കാൻ അവർ നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടായിരുന്നു? അവിടെ ചെന്ന് ഉപജീവിക്കാൻ അവർക്കൊരു നേർച്ച ഉണ്ടായിരുന്നതുകൊണ്ട്. ആർക്കൊക്കെ വേണ്ടിയാണ് പൊൻകുരിശും മാർപ്പാപ്പയുടെ ആശീർവാദ പത്രവും പാതിരിമാർ സംഘടിപ്പിച്ചത്? 5 തെങ്ങുകാരനായ റോഡ്രിഗെ എന്ന തുപ്പായിക്കും മരുമകൻ മാനുവേലിനും വേണ്ടി. റോമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പണമില്ലാത്തതിനാൽ അവർ റെക്ടറെ ഏൽപ്പിച്ച വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു? തങ്ങൾ നേരത്തെ വാങ്ങിയ മേശവിരികളും പുതപ്പുകളും. ഏതു തീയതിയിലാണ് അവർ റോമിൽ നിന്നും യാത്ര തിരിച്ചത്? AD 1780 ജൂൺ 20.